നമ്മൾ ഓരോരുത്തരിലും ഉള്ളൊരു പ്രശ്നമാണ് ഇന്ന് ചെയ്യട്ടെ, നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ, അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് 2025 വരെ തുടങ്ങി. പക്ഷേ ഇന്നേ വരെ ചെയ്യാം എന്ന് പറഞ്ഞെടുത്തിട്ടുള്ള റെസൊല്യൂഷൻസിൽ നിന്നും 7 ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്കത് ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രീംസിൽ എത്താത്തതിൻ്റെ റീസൺ നിങ്ങൾക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെയും ശരീരം ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് ലാക്ക് ആവുന്നുണ്ട് എന്നുള്ള സൈൻ കാണിച്ചിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ റെഡിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടഡ് ആവാൻ റെഡിയല്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആവാൻ റെഡിയല്ല. ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻസ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും ചില ദിവസങ്ങളിൽ നമ്മുടേതായ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഡിസ്പൈറ്റ് ഓഫ് ഓൾ ഓഫ് ദീസ് നമ്മൾ അതിനോട് ഏത് രീതിയിൽ ആത്മാർത്ഥത കാണിക്കുന്നു, ആത്മാർത്ഥതയാണ് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് തരുന്ന റിസൾട്ട്. അപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നു. പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ള ഡ്രീം. അപ്പോൾ ആ ഡ്രീമിലേക്ക് എത്താനായിട്ട് എല്ലാ വഴിയും സ്വീകരിക്കും.